അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് യൂസർ ഫീ വാങ്ങുന്നത് മാർച്ചോടെ 100% ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിന സത്താർ പറഞ്ഞു. അലനല്ലൂർ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കാരണം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 17% നിന്ന് ഈ ഒരാഴ്ചത്തെ റിപ്പോർട്ട് നോക്കുമ്പോൾ 68% വന്നിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മളെല്ലാവരുടെയും ഒരു ഒത്തൊരുമന്റെ ഫലം തന്നെയാണ്. അപ്പൊ ഇവിടെ വ്യാപാരി വ്യവസായ ബിൽഡിംഗ് ഓണർമാരാണെങ്കിലും മൊത്തം ജനങ്ങളെല്ലാം ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു മാറ്റമാണല്ലോ ഈ 17% നിന്ന് 68% എത്തി വരുമ്പോൾ എല്ലാവരും ഇതിനെ കുറിച്ച് ബോധേഡാണ്. പക്ഷെ ഇത് 100% നമ്മളാക്കണം. കാരണം മാലിന്യമുക്ത നവകേരളം എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യമുണ്ട് ഹരിത സുന്ദര അലനല്ലൂർ എന്നുള്ളത്. കാരണം ഈ ഒരു മാലിന്യമുക്ത അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിലൂടെ നമ്മളുടെ വീട് നമ്മളുടെ ആളുടെ സ്വയം സുരക്ഷയാണ് നമ്മളിതിൽ കാണേണ്ടത്. അതല്ലാതെ പഞ്ചായത്ത് യൂസർ ഫീ ശേഖരിക്കുന്നു അല്ലെങ്കിൽ പഞ്ചായത്തിന് മാലിന്യം കൊടുക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി സ്വന്തം വീട്ടിലെ സുരക്ഷ നമ്മൾ ഏറ്റെടുക്കുക, അതിലൂടെ നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുന്നു. അതോടൊപ്പം ആരോഗ്യപരമായ ഒരു പ്രദേശത്തെ നാടിനെയും സൃഷ്ടിക്കാൻ നമുക്ക് ഏവർക്കും കഴിയണം. ആ ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് സർക്കാരും ഇത്തരം പദ്ധതികൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളെ ജില്ലാ കോർഡിനേറ്റർ നല്ല രീതിയിൽ ക്ലാസ് എടുത്തരും. എങ്കിലും ഈ ഒരു നല്ല പരിപാടിക്ക് എല്ലാവരോടും അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ സന്തോഷം അറിയിച്ചു. യൂസർ ഫീ വാങ്ങുന്നതിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് മറ്റ് പഞ്ചായത്തുകളേക്കാൾ മേൽക്കോയ്മ നേടി 17% മാത്രം യൂസർ ഫീ വാങ്ങിയ ഗ്രാമപഞ്ചായത്ത് 2 ആഴ്ചക്കുള്ളിൽ 68% യൂസർ ഫീ വാങ്ങുന്നത് ഉയർത്താൻ കഴിഞ്ഞു. ജില്ലയിൽ മുൻനിരയിലുണ്ടായിരുന്ന തിരുവേഗപ്പുറം, പട്ടിത്തറ ഗ്രാമപഞ്ചായത്തുകളെ പിന്നിലാക്കുന്ന തരത്തിലാണ് പ്രവർത്തനം കാഴ്ചവെച്ചത്. ഇത് പ്രശംസയ്ക്ക് ഇടം നേടി. മാർച്ച് മാസത്തോടെ 100% കൈവരിക്കാനുള്ള യുദ്ധകാല ശ്രമമാണ് നടക്കുന്നത് എന്ന് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിന സത്താർ പറഞ്ഞു. പ്ലാസ്റ്റിക് കീസുകൾ വീടുകളിലേക്ക് എത്തുന്നത് തടയാൻ ഗ്രാമപഞ്ചായത്ത് തുണിസഞ്ചി നൽകുന്നതിനുള്ള പ്രൊജക്റ്റ് നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിൽ 7000-ൽ പരം വീടുകളാണ് ഉള്ളത്. തുണിസഞ്ചി വിതരണത്തിന് ശേഷം കച്ചവടക്കാർ തുണിസഞ്ചികളിൽ മാത്രമാണ് കച്ചവട വസ്തുക്കൾ നൽകേണ്ടത്. പിന്നീട് കച്ചവടക്കാർ പ്ലാസ്റ്റിക് കീസുകളിൽ സാധനങ്ങൾ കൈമാറിയാൽ ഉയർന്ന ഫൈൻ ഈടാക്കാനാണ് പഞ്ചായത്ത് തീരുമാനമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയ ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സജിന സത്താർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ റംല അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബക്കർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ഹംസ, പി ഷൗക്കത്തലി, ബ്ലോക്ക് റിസേർച്ച് പേഴ്സൺ സുജിത്ത മിഷൻ കുഞ്ഞീതു, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് ഭാരവാഹികൾ, ബിൽഡിംഗ് ഓണേഴ്സ് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി രതീഷ്, അജിത്ത് എന്നിവർ സംസാരിച്ചു. സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക്ക്. നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ. അരിയൂർ സർവീസ് സഹകരണ ബാങ്ക്. ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ISO ലഭിച്ച സഹകരണ ബാങ്ക്. ജില്ലയിലെ ഗ്രേഡ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്. 7 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം. 9% പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ, RTGS, NEFT, DD സൗകര്യം. അരിയൂർ സർവീസ് സഹകരണ ബാങ്ക്, കോട്ടൂപ്പാടം PO.